സ്നേഹമെല്ലാം കിട്ടിയോ? നിനക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എന്താണ്? സിൽവർ ബട്ടൺ എവിടെ? അപ്പൊ ഞെട്ടി തെറിച്ചു അല്ലേ? വർക്കും ഇതൊക്കെ വന്ന് കയ്യില് നല്ല കാശൊക്കെ 11:30 12:30 ബെഡിൽ കിടന്നാണ് വഴക്കുണ്ടാക്കിയത്. ഇവരുടെ അടുത്ത് ഏതോ തമിഴ് പ്രേതം കയറിയെന്ന് പറഞ്ഞു. ഇത് കുടുംബ കോടതിയല്ല. സെക്കൻഡ് ബൈ ദാറ്റ് ടൈം ഞാൻ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരാം. സക്സസ്. 270 രൂപ ഇതും കൂടെ ആകുമ്പോൾ. ഹായ്, ഞാൻ എന്താ ഈ കുത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കിയാലേ, ഇപ്പം നൈക്കയിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. കെട്ടിയവനറിയാതെ വരുന്നുണ്ട്. നീ രാവിലെ മുതൽ ഇതിൽ നോക്കി ബുദ്ധിമുട്ടുന്നല്ലേ? ഒരു നല്ല ചായ കുടിച്ചോ? ഇട്ടല്ല, വേറെ ആരും ഇല്ലല്ലോ. നോക്കട്ടെ, കുടിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അത്രയുള്ള അവ നീ എനിക്ക് കോഫി ഒക്കെ ഇട്ട് സർപ്രൈസ് ചെയ്തല്ലേ? ഇവൾക്ക് ഞാൻ ആക്ച്വലി ചായയാണ് ഇട്ട് കൊടുത്തത്. കോഫി ചായ പോലും കണ്ടാ തിരിച്ച കട്ടൻ ചായ. അതും പക്ഷേ കണ്ടു കഴിഞ്ഞാൽ കോഫിയുടെ കളറാണ്. അപ്പൊ മനസ്സിലായല്ലോ നൂബിന്റെ ചായ എത്രമാത്രം. പണിയെടുക്കാതെ വെറുതെ 2-3 ദിവസമായി മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. നയിക്ക അത് കഴിയുമ്പോഴത്തേക്കും കണ്ണടിച്ചു പോയി. കുത്തി കണ്ണടിച്ചു പോയി. ഒന്നാമത് കണ്ണിന് കാഴ്ചയില്ല. ഇന്നലെ മുതൽ കുത്തി 3 ദിവസമായിട്ട് നൈക്കയുടെ സെയിലിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത് ആ സാധനമാണ്. ഫുൾ ടൈം മൊബൈലാണ്. എന്തെങ്കിലും പണിയെടുക്കാൻ പറഞ്ഞാൽ ഒന്നുമില്ല. ഭാര്യ അത്രയും പണിയെടുക്കുന്നോണ്ട് ഒരു ചായ ഒക്കെ ഇട്ട് തന്നല്ലേ മാത്ത? സ്നേഹമെല്ലാം കെട്ടിയോ? അതുകൊണ്ടൊന്നും എനിക്ക് നിനക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എന്താണോ? കാണിച്ചുതരാം. ഇതെപ്പോഴേ വന്നതാ. പിന്നെ ഇത് നമ്മുടെ യൂട്യൂബിന്റെ സിൽവർ ബട്ടൺ ആണ്. കാരണം ഇത് ഞാനാണ് അവിടുന്ന് എടുത്തോണ്ട് വന്നത്. എങ്കിലും നീ ഞെട്ടണം. ഇതിനു വേണ്ടി നീ ഞെട്ടണം. റിയാക്ഷൻ പ്രത്യേകം കൊടുക്കണം. അതായത് നമുക്ക് സിൽവർ ബട്ടൺ വന്നിട്ട് കുറച്ചേറെ ദിവസമായി, അല്ലെങ്കിൽ ഒരു മാസമായി തോന്നുന്നു അല്ലേ? കുറച്ച് നാളായി. നമ്മളത് റിസീവ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നത് ഇന്നാണ്. കാരണം കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയിട്ട് നമുക്കതിന്. പക്ഷെ നമുക്ക് ഇത് എന്താ പറയുന്നത്, നമ്മുടെ യൂട്യൂബ് തുടങ്ങിയിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു ബട്ടണാണ്. അതെല്ലാവർക്കും അറിയാം. നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇപ്പം എക്സ്റ്റെൻഡ് ആയി 170K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി. അപ്പം ഇതിനൊക്കെ നമുക്ക് താങ്ക്സ് പറയാനുള്ളത് നമ്മളിങ്ങനെ സ്ഥിരം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സീരിയൽസിലൂടെ കടന്നു വന്ന പ്രേക്ഷകരും ഉണ്ട്, ഞങ്ങളുടെ യൂട്യൂബ് കണ്ടു വന്നവരും ഉണ്ട്. ഒരുപാട് പേര് നേരിട്ട് കാണുമ്പോൾ പറയാനുള്ള കാര്യം. നമ്മുടെ ഈ താമസിക്കേണ്ട അടുത്തുള്ള ഞാൻ റോഡിലൊക്കെ ഇന്നാളെ ചെന്നപ്പോഴും ഒരു പ്രായമായ ഒരു എത്രയുണ്ട്, ഒരു 10-75 വയസ്സൊക്കെ കൂടുതലുണ്ട്. ആ അമ്മച്ചി വരെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെയല്ലേ താമസിക്കുന്നത്, ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. മാത്രല്ല സർപ്രൈസിംഗ്ലി ഞാനിവിടെ ഷൂട്ടിന് വരും. ഷൂട്ടിന് എല്ലാ ദിവസവും രാവിലെ പോകും, വൈകിട്ട് വരും. പിന്നെ അവധിയുള്ള ദിവസം എവിടെയെങ്കിലും ഷൂട്ടായിട്ടോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ പോകാറുണ്ട്. അപ്പം ഇവിടെ ഉള്ള ദിവസം കിടന്നുറങ്ങും. പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. ഒരു പണിയും ചെയ്യാറുമില്ല. അതാരെങ്കിലും ചോദിച്ചോ? അപ്പോൾ ഇവിടെ തൊട്ട് ഞങ്ങളുടെ മുകളിലും താഴെയൊക്കെ താമസിക്കുന്നവർ തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ യൂട്യൂബ് കണ്ടിരുന്നു, യൂട്യൂബ് വഴി റൂമൊക്കെ കണ്ടത്. കാരണം ഇവരൊക്കെ പിന്നെയും മിങ്കിൾ ചെയ്യാറുണ്ട്. എനിക്കങ്ങനെ അധികം സമയം കിട്ടാറില്ല അവരൊക്കെ ആയിട്ട്. ജസ്റ്റ് എന്തെങ്കിലും മുകളിൽ ടോപ്പിൽ പോയി തുണിയൊക്കെ എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോഴൊക്കെയാണ് അവരുമായിട്ടൊരു ഹൈ ബൈ എങ്കിലും പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഞങ്ങളുടെ സീരിയൽ കാണാത്തവർ പോലും യൂട്യൂബ് കണ്ടിട്ട് വന്ന് പറയാറുണ്ട്, നിങ്ങളുടെ സീരിയൽ ഞാൻ കാണാറില്ല എങ്കിലും യൂട്യൂബ് കാണാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ തന്ന ഒരു സപ്പോർട്ട്, അവരുടെ സ്നേഹം ഒക്കെ കൊണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് ടോക്കൺ റിസീവ് ചെയ്തു. വളരെ ഹാപ്പിയാണ്. പിന്നെ സ്ഥിരമായി മുടങ്ങാതെ ഞങ്ങളുടെ യൂട്യൂബിൽ വന്ന് സപ്പോർട്ടിങ് ആയിട്ട് ഞങ്ങൾക്ക് കമൻസ് ഒക്കെ ചെയ്യുന്ന കുറേ പേരുണ്ട് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കുറച്ച് പേരുണ്ട്. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് യൂട്യൂബിനെല്ലാം നല്ല ജെന്യുവനായിട്ട് ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്. ഞങ്ങൾക്ക് ഇതിനെല്ലാം ഉള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ഞങ്ങൾ പറയുകയാണ്. അതിൽ മറക്കാനാവാത്ത 2-3 പേരുണ്ട്. അതാണ് ഒന്ന് അഞ്ജു സിയ 2174 ID. പിന്നെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വിനീത ജിബിൻ 9579 എന്ന് പറഞ്ഞൊരു. ഇവര് സ്ഥിരമായിട്ട് നമുക്ക്
ഇതിൽ കമന്റ് നമ്മുടെ ചെയ്യുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല മീൻസ് ഇപ്പോൾ ഒരു ഫാമിലിയെ പോലെ ഞങ്ങളെ കണ്ട് സ്നേഹിക്കുന്ന കുറച്ച് പേരാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ സീരിയൽ വാച്ച് ചെയ്യുന്ന അച്ചൂസ് ഉണ്ട്, നീതു ഉണ്ട്, പിന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ നേരത്തെ മുമ്പ് നിന്നുകൊണ്ടിരുന്ന ചേച്ചിയുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പേര് വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട്. നല്ല കമന്റ് ഒക്കെ തരുമ്പോഴേ ഞങ്ങൾക്ക് അതൊരു എക്സ്ട്രാ ബോണസ് ആണ്, എക്സ്ട്രാ എനർജിയാണ്. ഇനി ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റിൽ വന്ന് ചെയ്യാം, ചേച്ചി ഇന്ന വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുക. അപ്പം ഞങ്ങൾക്കും അത് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാം. നമ്മൾ ഈ സീരിയൽ ഇൻഡസ്ട്രി നിൽക്കുന്നവരുടെ അടുത്തും സിനിമ ഇൻഡസ്ട്രി നിൽക്കുന്നവരെയും ഒക്കെ ഒരുപോലെ ആർട്ടിസ്റ്റുകൾ എന്ന നിലയ്ക്ക് കാണുമ്പം നമ്മൾ സിനിമയിലൊക്കെ ആയാലും കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ഒരു അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ക്യാരവാൻ ഉണ്ട്, കുട പിടിക്കാൻ എക്സ്ട്രാ ആളുണ്ട്, ടച്ചപ്പിന് ആളുണ്ട്, അല്ലേ? ഷേക്ക് എവിടെ, ഷേക്ക് കൊണ്ടുതരാൻ ആളുണ്ട്. ശരിക്കും നമ്മൾ രാവിലെ ബംഗാളികൾ ജോലിക്ക് പോണ പോലെ അവര് 8 മണിക്ക് പോകുമ്പോഴത്തേക്ക് അവരുടെ ചോദിച്ചു പോയാൽ മതി, നമുക്ക് 6:30 വേണം. അവരുടേതാണെങ്കിൽ ചപ്പാത്തി ഉരുളക്കിഴങ്ങും ഉണ്ട്, നമ്മൾ അത് കൊണ്ടുപോകുന്നില്ല. എങ്കിലും അവര് വൈകുന്നേരം 5 മണിയാകുമ്പോ അവരുടെ പരിപാടി കഴിയും. 9 മണി 9 മണി, ചില ദിവസങ്ങളിൽ 12 മണിക്ക് പോവാം, 1 മണിക്ക് പോവാം. എല്ലാവർക്കും ഓരോ ജോബിന് അതിൻ്റെതായ ഓരോ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഓരോ ആൾക്കാർക്ക് നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ആഗ്രഹങ്ങളുണ്ടല്ലോ. അതെ, നമ്മളൊരു വർക്ക്, ഏത് വർക്കിന് അതിൻ്റെതായ ബുദ്ധിമുട്ടില്ലാത്ത, അപ്പൊ എല്ലാ വർക്ക് ചെയ്യുന്നവർക്കും അറിയാം അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മൂവി ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ശരിയാ, മൂവിയിലൊക്കെ പിന്നെ കുറച്ചുകൂടെ ക്യാരവാനൊക്കെ ഉണ്ട്, സെറ്റപ്പും കാര്യങ്ങളൊക്കെ മൂവിയിൽ. ഇന്നലെ ഞാനത് പറയാൻ വന്നപ്പോഴാണ്, ഇന്നലെ ചിത്രാഞ്ജലിയിലാണെങ്കിൽ ടോവിനെയും നമ്മുടെ തൃശ്ശയും വന്നിട്ടുണ്ടായിരുന്നു. എനിക്കപ്പം ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ. അപ്പൊ എനിക്കാണെങ്കിൽ ഫോട്ടോ എടുക്കണം. അപ്പം ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ അവിടെ ഇന്നത്തെ ചിത്രാഞ്ജലി ചെന്നപ്പോഴത്തേക്ക് ഏതാണ്ട് 5 or 6 സീരിയലുണ്ട് മൊത്തം. അപ്പം എല്ലാവരും ഉള്ള കാരണം നമുക്ക് പോയി ഫോട്ടോ എടുക്കാനായിട്ടുള്ള പോസിബിൾ ഇല്ലല്ലോ, ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നിൽക്കുമ്പോഴാണ് അവിടെ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ചീഫ് അസോസിയേറ്റ് നമ്മുടെ കുടുംബവിളക്കിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്ത സാറായിരുന്നു. സുനിൽ കാര്യാട്ടുകാര എന്ന് പറയുന്ന ആളായിരുന്നു ചീഫ് അസോസിയേറ്റ്. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ആടാ എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുന്ന സാറപ്പം എന്നോട് പറഞ്ഞു, നീ ബാ നമുക്ക് എടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അന്നേരത്തേക്ക് എന്നെ ഇവരെ ഷൂട്ടിന് വിളിച്ച് അങ്ങോട്ട് പോകേണ്ടി വന്നു. നമ്മുടെ പകിടയില്ലേ മൂവി, ആസിഫ് അലിയുടെ പകിട, ആ പടമൊക്കെ ഡയറക്റ്റ് ചെയ്ത സാറാണ് സുനിൽ സാറ്. അപ്പോൾ പുള്ളി അവര് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കായിരുന്നു. അപ്പൊ തൃശ്ശയും ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മിസ്സായിപ്പോയി. ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് മിസ്സായതിന്റെ സങ്കടമാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവരും ഭയങ്കര ലൈക്ക് എന്താ പറയുന്നത്, എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത പോലെ എനിക്ക് തോന്നി. മുമ്പൊക്കെ എന്ന് പറയുമ്പം ഫാമിലി എല്ലാവരും വിളിക്കും, ക്ലോസ് ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് എല്ലാവരും വിളിക്കും, സ്റ്റാറ്റസ് ഇടും, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഗീതാഗോവിന്ദത്തിൽ വന്നതിന് ശേഷം എൻ്റെ എന്താ പറയുന്നത്, ഒരുപാട് പേര് സ്നേഹിക്കുന്ന ഒരുപാട് പേരെ കിട്ടി. അപ്പം എല്ലാവരും ഒരുപാട് വിഷ് ചെയ്യുന്നു, അതും പക്ക ടൈമിങ്ങിലൊക്കെ വന്ന് ഓർത്തിരുന്ന് വിഷ് ചെയ്യുന്നു. നൂബിൻ പോലും ഓർക്കാറില്ല. നൂബിന് ഞാൻ 3 മാസം മുമ്പേ ട്രെയിനിങ് കൊടുക്കുക. അടുത്ത മാസം 26-ാം തീയതി എൻ്റെ ബർത്ത്ഡേ, അടുത്ത മാസം 26. ഒരുപാട് പേര് വിളിച്ചു, മെസ്സേജ് ചെയ്തു. ഇപ്പോഴും എൻ്റെ ഫോൺ എടുത്ത് നോക്കി അന്ന് ഹാപ്പി ബർത്ത്ഡേ അയച്ച പലരും ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ വാട്സപ്പിലായിക്കോട്ടെ ഞാൻ റിപ്ലൈ കൊടുക്കാത്തവരുണ്ട്. കാരണം അതിങ്ങനെ പോയി അങ്ങ് അടിയില്ല. അപ്പം എല്ലാവരോടും എന്താ പറയുന്നത്, ഒരുപാട് താങ്ക്സ്. പിന്നെ എൻ്റെ ജി കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അവർ സ്ഥിരം സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവരെനിക്ക് സ്പെഷ്യൽ സർപ്രൈസായിട്ട് കേക്കൊക്കെ കൊണ്ടുവന്നു. അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അതും എന്താ പറയുന്നത്, അവരുടെ ആ ഒരു സ്നേഹം റിസീവ് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് പേരെ സ്നേഹിക്കുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ 1-2 പേര് വിഷ് ചെയ്തു കഴിഞ്ഞു. ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് പേര് വിഷ് ചെയ്യുന്നു. അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയൊരു കാര്യമാണ്. താങ്ക് യു ഓൾ. പിന്നെ നമ്മുടെ വിഷു ആണെങ്കിലും, വിഷുവിന് പിന്നെ വേറെ കാര്യമുണ്ട്. ഇവള് ഓൾറെഡി എന്നോട് ചോദിച്ചു കൈനീട്ടം തരുമെന്ന്. കയ്യിൽ ഈ ഗൂഗിൾ പേ വന്ന, പക്ഷെ വിഷുവിന് എനിക്ക് ഇത്തവണ ഒത്തിരി കൈനീട്ടം കിട്ടി. വലിയ എമൗണ്ടിന്റെ അല്ല, വലിയ എമൗണ്ട് ഒന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ എനിക്ക് ഒരുപാട് പേര് കൈനീട്ടം തന്നു. നൂബിൻ തന്നു, ചേട്ടായി തന്നു, പപ്പായ മമ്മ ഉണ്ടായിരുന്നു. പപ്പായ മമ്മയല്ല, അത് ന്യൂ ഇയറിനാന്ന് തോന്നുന്നു. പിന്നെ ഗൂഗിൾ പേ ചെയ്ത് തന്നില്ലേ? സാജൻ ചേട്ടൻ ഗൂഗിൾ പേ നേരിട്ട് തരാൻ പറ്റാത്തതുകൊണ്ട് ഗൂഗിൾ പേ ചെയ്ത് തന്നു.
പിന്നെ അതാ നേരിട്ട് പിന്നെ ഞാൻ ഇവിടെ തൊട്ടപ്പുറത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന വീടുണ്ട്. ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ആൻറ്റിയും അവിടുത്തെ വലിയ അമ്മയും എനിക്ക് കൈനീട്ടം തന്നു. പിന്നെ അതാ വേറെ ആരൊക്കെയാ തന്നു? നീ എന്നോട് പറഞ്ഞു. ആയിരിക്കും എനിക്ക് തന്നു ഇങ്ങനെ കൈനീട്ടം. അപ്പം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. എൻ്റെ ലൈഫിൽ സെക്കൻഡ് ടൈം ആ വിഷു ആഘോഷിക്കുന്നത്. അപ്പം കുഞ്ഞു കുഞ്ഞു എമൗണ്ട് ആണെങ്കിൽ ഒരുപാട് പേര് ഇത്തവണ കൈനീട്ടം തന്നു. അപ്പം അതാ പറഞ്ഞേ, എന്താ പറയാ, എനിക്കറിയത്തില്ല. ഒത്തിരി എല്ലാവരും ഇങ്ങനെ നല്ല കൈനീട്ടം, നല്ല ഇഷ്ടംപോലെ വർക്കും ഇതൊക്കെ വന്ന് കയ്യിൽ നല്ല കാശൊക്കെ നിറഞ്ഞിറങ്ങി എന്നിട്ട് നിനക്ക് കടം തരാൻ. വന്ന് ഇന്നലത്തെ കാര്യം പറയട്ടെ, ലൈറ്റ് ആയിട്ട് പറയാം. ഇന്നലെ ഞങ്ങൾ കുറെ നാൾ കൂടി വഴക്കുണ്ടാക്കി. ഇവരുടെ അടുത്ത് ഏതോ തമിഴ് പ്രേതം കയറിയെന്ന് പറഞ്ഞു. ഇന്നലെ വഴക്കുണ്ടാക്കി. സാധാരണ ഞാൻ വഴക്കുണ്ടാക്കുമ്പം ചെറിയ മോഡുലേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വായിന്ന് ഇംഗ്ലീഷ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ അപ്പുറത്തെ മോഡുലേഷൻ ഇന്നലെ തമിഴൊക്കെയാണ് പറഞ്ഞെന്ന് കേട്ടു. ഭാര്യയും ഭർത്താവും ഡിസ്കസ് ചെയ്തിട്ടാണ് അവിടുത്തെ ചിലവും കാര്യങ്ങളും വരവും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കിട്ടുന്നതിൽ ഏറെക്കുറെ സേവ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. നൂബിനെ സംബന്ധിച്ച് നൂബിനാണ് ചിലവ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. എനിക്ക് സത്യമായിട്ടും അറിയില്ല 1 കിലോ തക്കാളിയുടെ ഇപ്പോൾ വില എത്രയാണെന്ന് എനിക്കറിയില്ല, അരിയുടെ വില എത്രയാണെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ അതൊന്നും വഴിയിടാവേണ്ട കാര്യമേ ഇല്ല. മുമ്പ് ഞാൻ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കറിയാമായിരുന്നു, കൃത്യമായിട്ട് അറിയാമായിരുന്നു, ഞാൻ പോയി പർച്ചേസ് ചെയ്യും. പക്ഷെ ഇപ്പം ഞാൻ ഈ വക കാര്യങ്ങളൊന്നും കെയർ ചെയ്യാറേയില്ല. കാരണം അതെല്ലാം നൂബിൻ്റെ പാർട്ട് ഓഫ് ഡ്യൂട്ടിയിൽ ഇൻക്ലൂഡഡ് ആണ്. ഈവൻ കിച്ചൻ്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഓഫ് കിട്ടുമ്പോൾ കുക്ക് ചെയ്യും, അത്ര തന്നെ. അപ്പം ചിലവെല്ലാം നൂബിൻ്റെ തലയിലാണ്. അപ്പം ഞാൻ ചോദിക്കും, നിനക്ക് കഴിഞ്ഞ മാസം അത്ര ദിവസം വർക്ക് ഉണ്ടായിരുന്നല്ലോ, നിനക്ക് ആ പ്രമോഷൻ കിട്ടിയില്ലേ, ആ ഇനാഗുറേഷന് പോയില്ലേ, എന്നിട്ട് പൈസ എവിടെ? ഞാൻ അപ്പോൾ നൂബി പറയും, എടീ കഴിഞ്ഞ മാസം കറണ്ട് ബില്ല്, മറ്റേ ബില്ല്, കുറച്ച് ഇതൊക്കെ ആരാ കൊടുത്തത്? അപ്പം അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അവസാനം വഴക്ക് പോലെ ഏകദേശമായി. അപ്പോഴത്തേക്ക് ഞാൻ കടം കൊടുത്തായിരുന്നു കേട്ടോ കഴിഞ്ഞ മാസം. ഞാൻ കടമായിട്ടാണ് കൊടുക്കുന്നത്. കാരണം തിരിച്ചു തരാറില്ല കടം കൊടുക്കുന്നൊന്നും, അത് വേറെ കാര്യം. എന്നിട്ട് ഞാനാണെങ്കിൽ വെറുതെ പറയുകയും ചെയ്യും, ഞാൻ അടുത്ത ദിവസം തരാന്ന് പറയും. അപ്പം ഞാൻ ഇങ്ങനെ വഴക്ക് പിടിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോൾ കടം കൊടുക്കുകയും വേണം, അടി കൊള്ളുകയും വേണം, രണ്ടും വേണം. ഇത് വേറെ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ സാധാരണ കടം കൊടുക്കുന്നവരാ പോയി അടിക്കുന്നത്. ഇന്നലെ വഴക്കുണ്ടാക്കിയത് രാത്രി എത്ര മണിക്കാണ് മാറ്റാ? 11:30 12:30 ബെഡിൽ കിടന്നാണ് വഴക്കുണ്ടാക്കിയത്. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് അപ്പം തന്നെ സോർട്ട് ഔട്ട് ആക്കിയിട്ടാണ് ഉറങ്ങിയത്. അതാണ് ഹൈലൈറ്റ് കേട്ടോ. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എല്ലാവരും, ആരും ആയിക്കോട്ടെ, അമ്മയും അച്ഛനോ മക്കളും അമ്മയും, പക്ഷെ ഞാൻ കേൾക്കാറുണ്ടല്ലോ. അപ്പം കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്ത് വഴക്കാണെങ്കിലും നമ്മൾ അത് തീർത്തേക്കണം, അത്രേ ഉള്ളൂ. നമുക്ക് ഇത് ഓപ്പൺ ആക്കാം. കത്തിയെടുക്ക്. ഇനി ഇന്നലത്തെ ദേഷ്യമൊക്കെ പറഞ്ഞിട്ട് കുത്തിയേക്കരുത്. ഇല്ല, ഇത് നല്ല മൂർച്ചയുള്ള കത്തിയാ. നീ മുറിച്ചോ? ഞാൻ ഈ സൈഡ് നഖം വെച്ച് മുറിച്ചു. എപ്പോ? ഈ ഇതിന്റെ ഇടയ്ക്ക്. അപ്പൊ ഓക്കെ, നമ്മൾ അൺബോക്സ് ചെയ്യാണ് നമ്മുടെ സിൽവർ ബട്ടൺ. എവിടെ? അങ്ങനെ ആക്ടേഴ്സ് കംസ് യൂട്യൂബേഴ്സ് ആയി. ഇതിന്റെ ബാക്കി കറുത്തല്ല ഇരിക്കുന്നത്, ബ്ലാക്ക് കളർ അല്ലേ ഗൈസ്? Thank you all. Thank you for your love and support. അല്ലേ? ഇനി നിങ്ങളുടെ ഇതുപോലെ എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലേ? ഇതിന്റെ സർട്ടിഫിക്കറ്റ് അല്ലേ? അപ്പം നമ്മുടെ സിൽവർ ബട്ടണൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങളും ഞങ്ങളുമായിട്ട് കുറച്ച് ഇൻട്രാക്ഷൻസ് കൂടി ആയാലോ? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഫണ്ണി ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, പേഴ്സണൽ ആയിരിക്കാം, ഞങ്ങളുടെ പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിരിക്കാം, എന്ത് കാര്യം വേണോ ചോദിക്കാം. അപ്പം അതിന് റിപ്ലൈ തരുന്ന ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം വേഗം എന്താ ഇനി ഞങ്ങളെ പറ്റി അറിയാനുള്ളതെന്ന് ചോദിച്ചോ. ഓക്കെ, ഈ മാത്രമല്ല ഇത് പറഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് പുറത്തു പോയി വേറെ ഒരു സംഭവങ്ങൾ മേടിക്കണ്ടേ? അപ്പൊ കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് വരുന്നുണ്ട്. അതിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പം അത് വാങ്ങിക്കാൻ പോവാടേ. 1 മിനിറ്റ്. ഹേയ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങളോടുള്ള താങ്ക്സും ലവും മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഞങ്ങളെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ലൈഫിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ, സന്തോഷങ്ങൾ. അപ്പം അതെല്ലാമായിട്ട് ഞങ്ങളുടെ യൂട്യൂബിൽ വീണ്ടും നിങ്ങളുമായിട്ട് ഇൻട്രാക്ഷൻസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. പിന്നെ കുറച്ച് ഫണ്ണുള്ള ഗെയിംസും കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം മറക്കാതെ എല്ലാവരും വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇതുവരെ തന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക.
അപ്പൊ ബൈ പറയാം. ബൈ ബൈ. ബൈ.